നമസ്കാരം, രസം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു മധുര പച്ചടിയാണ്. മുന്തിരി ചേർത്ത മധുര പച്ചടി. അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായി ഞാനൊരു പഴുത്ത പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഏത്തപ്പഴമാണ്. അതിൻ്റെ അകത്തെ കറുത്ത കുരു കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്, കുരു ഇല്ലാത്ത. അപ്പോൾ അത് നന്നായിട്ട് മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെടുത്താണ് ഞാൻ. ഇനി ഇത് മൂന്നും ചേർത്താണ് ഞാൻ ഈ മധുര പച്ചടി തയ്യാറാക്കുന്നത്. ഈ പൈനാപ്പിളിന് പകരം നമുക്ക് വേണമെങ്കിൽ മത്തങ്ങായ ഉപയോഗിക്കാം. അപ്പോൾ മധുരം വേണം എന്നുള്ളവർക്ക് അല്പം ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം പൈനാപ്പിൾ കുക്കറിലാണ് വേവിക്കുന്നത്. കാര്യം പൈനാപ്പിളിന് വേവ് കൂടുതലാണ്. അതുകൊണ്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഇത് നല്ലതായിട്ട് പഴുത്ത പൈനാപ്പിളാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3 വിസിലടിക്കുന്നത് വരെ പൈനാപ്പിൾ വേവിച്ചെടുക്കണം. എന്നിട്ട് ആവി പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ പൈനാപ്പിൾ വേവിക്കുന്നതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം കറിവേപ്പില, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, 1/2 കപ്പ് വെള്ളം, ഇത്രയും ചേർത്ത് നമുക്കിത് 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആവിയൊക്കെ പോയി നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് വേണം ഇതിൽ ഏത്തപ്പഴം ആഡ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഏത്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് കിടന്ന് നമുക്കൊരു 2 മിനിറ്റ് വെന്ത് കിട്ടണം. അതിന് ശേഷം നമുക്ക് മുന്തിരിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏത്തപ്പഴം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പിനടുത്ത് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 2 ചുവന്നുള്ളി, 1 പച്ചമുളക് ഞാൻ കഷ്ണത്തിൻ്റെ കൂടെ വേവിച്ചിട്ടുണ്ട്. കടുക് ചതച്ച് കിട്ടുക, ബാക്കിയെല്ലാം നന്നായിട്ട് അരയണം. ഇത്രയും നമുക്കൊന്ന് ചെയ്തിട്ട് വരാം. ഇതാ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു. മീഡിയം ഫ്ലെയിമിൽ വേണം 2 മിനിറ്റ് ഇടാൻ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രേപ്സ് ആണ്, മുന്തിരിങ്ങയാണ്. സീഡ്ലെസ് ആണ്. അത് കാര്യം ഒരുപാട് വേവാൻ പാടില്ല, അങ്ങ് വെന്തുടയാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് ഏത്തപ്പഴം കഴിഞ്ഞ് അരപ്പ് ചേർക്കുന്നതിന് മുമ്പാണ് നമ്മൾ മുന്തിരിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതായിപ്പോൾ ഞാൻ മുന്തിരിങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി ചേർക്കാം. ഇതൊന്നും അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കാര്യം അരപ്പിൻ്റെ കൂടെ കിടന്നൂടെ ഒന്ന് വെന്തോളും. ഒരുപാട് മുന്തിരിങ്ങ വേവണ്ട, ഞാൻ പറഞ്ഞല്ലോ, പൊട്ടിപ്പോവും മുന്തിരിങ്ങ വെന്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പും കഷ്ണങ്ങളും എല്ലാം കൂടി ഇനി ഒന്ന് വേവണം. ഇതിനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതപ്പോൾ ഒന്ന് വെന്ത് കുറവട്ടെ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അരപ്പൊന്ന് വെന്ത് ചേരട്ടെ. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്, കഷ്ണം എല്ലാം വെന്ത് ചേർന്നിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ ഇങ്ങനെ പൈനാപ്പിൾ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ തൈര് ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. പിന്നെ അതേപോലെ അതിന് ശേഷം നമുക്ക് കടുക് താളിക്കാം. 1.5 കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തൈര് ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ തൈര് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വളരെ ചെറുതായിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അത്രയും മതി, വളരെ ചെറുതായിട്ടേ ചൂടാവാൻ പാടുള്ളൂ. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുക് വറുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ. ഇനി ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഒരു 4 വറ്റൽമുളക്, ഒരു 3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കടുക് വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചടിയിലോട്ട് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ
അങ്ങനെ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം. വളരെ സ്വാദിഷ്ടമായ ഒരു മധുര പച്ചടിയാണിത്. ഏത്തപ്പഴവും പൈനാപ്പിളും മുന്തിരിയും ഒക്കെ ചേർത്ത് കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല പച്ചടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്